എൻ്റെ പേര് ബിന്ദു. ഞാൻ ബാംഗ്ലൂരിൽ നിന്നും വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ദേവദാസ്, ഇതെൻ്റെ അമ്മ മാധവി, ഇതെൻ്റെ കൊച്ചുമകനാണ്, എൻ്റെ മകളുടെ കുഞ്ഞാണ്. എനിക്ക് ഈശോയിൽ നിന്നും മാതാവ് വഴി കിട്ടിയ ദൈവാനുഭവങ്ങൾ പറയാൻ വേണ്ടിയാണ്, സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് വന്നു. എനിക്ക് ആദ്യമേ കിട്ടിയത്, എനിക്ക് കൃപാസനത്തെ പറ്റി ആദ്യമേ ഞാൻ അറിഞ്ഞത് 2020 ഞാൻ ബാംഗ്ലൂരിലൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. അവിടെ ജോലി ചെയ്യുന്ന ഒരു മേഡം വഴിയാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത്. മേഡം എനിക്കൊരു പത്രം കൊണ്ട് തന്നു. പത്രമെന്ന് പറയാൻ പറ്റത്തില്ല, പത്രത്തിൻ്റെ ഒരു പാർട്സ് മാത്രം എനിക്ക് കൊണ്ട് തന്നു. അത് വായിച്ച് ഞാൻ നേരിട്ട് ആലപ്പുഴയിലാണെന്ന് അറിഞ്ഞപ്പോൾ നേരിട്ട് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയായിരുന്നു. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിന് കിട്ടിയ ഏറ്റവും വലിയ രോഗസൗഖ്യമായിരുന്നു. ആ സമയം ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഒരുമാതിരി 11ാമത്തെ ഹോസ്പിറ്റലിലത്തെ മരുന്ന് കഴിക്കാൻ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എൻ്റെ ഭർത്താവിനുള്ള രോഗം സോറിയാസിസ് ആയിരുന്നു. കാലിലും കൈയിൻ്റെ എല്ലാ മടക്കുകളിലും ഒക്കെ ഒരു മനുഷ്യൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലെല്ലാം പുള്ളിക്കാരന് ഭയങ്കര സോറിയാസിസിൻ്റെ അസുഖമായിരുന്നു. 10 ഹോസ്പിറ്റലിലത്തെ മരുന്ന് കഴിച്ചു, ഒരു കുറവും ഉണ്ടായില്ല. 11ാമത്തെ ഹോസ്പിറ്റലിലത്തെ മരുന്ന് കഴിക്കാൻ തുടങ്ങുന്ന സമയത്താണ് കൃപാസനത്തെ പറ്റി അറിയുന്നതും കൃപാസനത്തിൽ ഞങ്ങൾ വരുന്നതും. ഉടമ്പടി എടുത്തു. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഞാൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. കൊറോണ സമയമാണ്, ഓൺലൈൻ വഴിയെല്ലാം പ്രാർത്ഥിക്കുക. അന്ന് ഗൂഗിൾ മീറ്റ് വഴിയുള്ള പ്രാർത്ഥനകളിലെല്ലാം പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്തു. പിന്നെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം, തൈലം പുരട്ടുകയും സോറിയാസിസ് ഉള്ള ഭാഗങ്ങളിലെല്ലാം തൈലം പുരട്ടുകയും ഉപ്പിട്ട് കുളിക്കുകയും പിന്നെ ഉപ്പ് കുടിക്കുന്ന വെള്ളത്തിലിട്ട് ഉപ്പ് കുടിക്കുകയും ചെയ്തത് വഴി സോറിയാസിസ് ഒരുമാതിരി, പുള്ളിക്കാരൻ്റെ രോഗം ഒരുമാതിരി കുറയാൻ തുടങ്ങി. പുള്ളിക്കാരന് വിശ്വാസം വന്നു. അങ്ങനെ ഞങ്ങളിവിടെ പിന്നെയും ഉടമ്പടി വന്നു, പുതുക്കി പ്രാർത്ഥിച്ചു. പിന്നെ അത് മാതാവിൽ നിന്നും കിട്ടിയ, ഈശോ വഴി കിട്ടിയ എനിക്ക് ഏറ്റവും വലിയ ഒരു രോഗസൗഖ്യമാണ്. എന്നിട്ട് പുള്ളിക്കാരൻ കഷ്ടപ്പെടുന്നത് ശരിക്കും ഞാൻ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഉറങ്ങുന്ന സമയത്തും പകൽ മുഴുവൻ ജോലി കഴിഞ്ഞ് വന്ന് രാത്രിയിലെല്ലാം ഉറങ്ങാതിരുന്നുള്ള ചൊറിച്ചിലും, ബ്ലഡ് വരുമെങ്കിലും ചൊറിച്ചിൽ നിൽക്കില്ല. സോറിയാസിസിൻ്റെ അസുഖമുള്ളവർക്ക് എല്ലാവർക്കും ഒരുമാതിരി അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്തുവാന്നുള്ളത്. അത് ഞാൻ ശരിക്കും കണ്ട് അനുഭവിച്ചിട്ടുള്ളവളാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. പുള്ളിക്കാരൻ്റെ അനുഭവം പുള്ളിക്കാരന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അന്നൊക്കെ. ഒരു മനുഷ്യൻ്റെ മുമ്പിൽ പോകാനോ നല്ല ഭക്ഷണം കഴിക്കാനോ പറ്റില്ല. എരിവും പുളിയുള്ള ഭക്ഷണമൊക്കെ കഴിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഭയങ്കര ചൊറിച്ചിലാണ് പുള്ളിക്കാരന്. അത് ഭയങ്കര സങ്കടമുള്ള കാര്യമായിരുന്നു. ആ രോഗത്തിൽ നിന്നും ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് തന്നതാണ് ആ രോഗമുക്തി. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണിത്. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും കഴിഞ്ഞ മാസം വരെയും ഇടയ്ക്കിടയ്ക്ക് ഷുഗർ, ഹൈ ലെവൽ ഷുഗർ, യൂറിൻ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ബോധം കെടുക, ഛർദ്ദിക്കുക, പിന്നെ അമ്മയ്ക്ക് ഒരു ബോധവും ഇല്ല, ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഷുഗർ കൂടുക. ഭക്ഷണം കഴിച്ചാലും കൂടും, കുറഞ്ഞാലും കൂടും. ഇടയ്ക്കും കൂടും, കുറഞ്ഞും കൂടും. ലാസ്റ്റ് ഈ മെയ് മാസത്തിൽ ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നിരുന്നു. ഉടമ്പടി പുതുക്കിയതിനകത്ത് അമ്മയുടെ അസുഖങ്ങൾ ഞാൻ വെക്കുമായിരുന്നു. അന്ന് നടന്ന ആരാധനയിൽ മെയ് 19 എൻ്റെ വെഡ്ഡിങ് ഡേ ആയിരുന്നു, 30ാമത്തെ വെഡ്ഡിങ് ഡേ. ആ വെഡ്ഡിങ് ഡേ ആഘോഷിക്കാൻ ഞങ്ങൾ നാട്ടിൽ വന്ന സമയത്ത് ഉടമ്പടി ആരാധന ഞാൻ അമ്മയ്ക്ക് വെച്ചു കൊടുത്തു. അമ്മ പകുതി ബോധത്തിലാണ് കിടന്നുകൊണ്ടിരുന്നത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോഴെല്ലാം ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത്. ഞാൻ വരുമ്പോൾ എൻ്റെ വീട്ടിലുള്ളവർ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുന്നത് കാണാൻ സാധിക്കണേ മാതാവേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് വരാറ്. ഇപ്രാവശ്യം വന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുന്ന ആ സമയത്ത് തന്നെ ഞാൻ ആരാധന വെച്ചു കൊടുത്തു. ഇവിടുത്തെ ധ്യാനം വെച്ചു കൊടുത്തു. അമ്മ കട്ടിലേക്ക് കിടക്കുവാണ്. അമ്മയ്ക്ക് ബോധമില്ല, പകുതി ബോധമേ ഉള്ളൂ. അമ്മ ആ ആരാധനയിൽ ഇവിടെ നമ്മുടെ അച്ഛൻ നടത്തുന്ന സമയത്ത് അമ്മ കൈ പൊക്കി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ അന്ന് വൈകിട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകണം. എൻ്റെ അമ്മ എഴുന്നേക്കുന്ന കണ്ടിട്ട് വേണം എനിക്ക് പോവാൻ. അന്ന് ആരാധന കൂടി കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ അമ്മ കിടക്കുന്ന സ്ഥലങ്ങളിൽ ഉപ്പിട്ടു, കട്ടിലേൽ ഉപ്പിടുകയും അമ്മയ്ക്ക് കഴിക്കാൻ കൊടുത്ത കഞ്ഞിക്കകത്ത് ഉപ്പിട്ട് കൊടുത്തു. ആ ആരാധന അമ്മ കൂടി അർദ്ധബോധാവസ്ഥയിൽ കൈപൊക്കി പ്രാർത്ഥിച്ചു, ഈശോയെ ആരാധിച്ചു. എൻ്റെ അമ്മ അരമണിക്കൂർ ആരാധന കഴിഞ്ഞോടുകൂടി എൻ്റെ അമ്മ എഴുന്നേറ്റു, കഞ്ഞി കുടിച്ചു. ഞങ്ങൾ പോരുന്നവരെ പിന്നെ അമ്മ കിടന്നിട്ടില്ല. ഈ നിമിഷം വരെ ഇന്നലെ ഞാൻ വന്നപ്പോൾ ചോദിച്ചു,
അമ്മ പിന്നെ ആശുപത്രി പോയിട്ടില്ല. യൂറിൻ ഇൻഫെക്ഷന് വേണ്ടി ഇടയ്ക്ക് ചെക്കപ്പ് ചെയ്യും, ഷുഗർ ചെക്കപ്പ് ചെയ്യാനും പോകുമെന്നല്ലാതെ അമ്മ ഇതുവരെയും കിടന്നിട്ടില്ല. എൻ്റെ അമ്മ അല്ലെങ്കിൽ എപ്പോഴും കിടപ്പാണ്. ഞാൻ വിളിച്ച് ചോദിക്കുമ്പോഴൊക്കെ അമ്മ കിടപ്പാണ്. അമ്മയ്ക്ക് എപ്പോഴും ഷുഗറാണ്, ഹൈ യൂറിൻ ഇൻഫെക്ഷനാണ്. അതും എനിക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം, ഇതെൻ്റെ കൊച്ചുമകനാണ്. ഇവന് 2 രോഗസൗഖ്യമാണ് കിട്ടിയേക്കുന്നത്. ഇവൻ ജനിച്ചപ്പോൾ മുതൽ ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നമുണ്ട്. പിന്നെ കൊറോണ സമയത്താണ് അവൻ ജനിച്ചത്. അവന് പ്രസവിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അവന് രാത്രിയിൽ ഞങ്ങൾ വന്നിട്ടില്ല. എൻ്റെ മോള് പ്രസവിച്ചിടുന്ന സമയത്ത് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല, കൊറോണ. എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ അനിയത്തി ഇവരൊക്കെയാണ് നോക്കിയത്. ഇവന് ഞങ്ങൾ വിളിക്കുമ്പോൾ രാത്രി കുഞ്ഞിന് പാൽ കുടിക്കാൻ വയ്യ. എന്താണെന്ന് ചോദിച്ചാൽ കാരണമില്ല. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ ചെവിയുടെ സൈഡ് വീർത്തിരിക്കും, ചുമന്നിരിക്കും. എന്താ കാര്യമെന്നറിയത്തില്ല. പ്രസവിച്ച ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവർ താൽക്കാലികമായി മരുന്ന് കൊടുക്കും, കുഞ്ഞിന് കൊണ്ടുവരും. 2 ദിവസം കുറയും, പിന്നെയും അത് തന്നെ. രോഗം എന്തുവാന്നുള്ളത് അവർക്കും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല, എന്തുവാന്ന് പറയാനും പറ്റുന്നില്ല. ലാസ്റ്റ് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. കൊറോണ സമയമായതുകൊണ്ട് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ നല്ല സൗകര്യമായിരുന്നു. വൈകിട്ടുള്ള ഗൂഗിൾ മീറ്റ് പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു. ആ പ്രാർത്ഥനയിലെല്ലാം പ്രാർത്ഥിച്ച് ലാസ്റ്റ് കുഞ്ഞിൻ്റെ രോഗം കണ്ടുപിടിക്കണം. ഈ അസുഖം ഇങ്ങനെ വരുന്നു, മരുന്ന് കൊടുക്കുന്നു, കുറയുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് വരുന്നു പോകുന്നു. ലാസ്റ്റ് ഞാൻ രോഗം കണ്ടുപിടിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. കുഞ്ഞിനെ എൻ്റെ അനിയത്തി വന്ന് അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്തപ്പം അവൻ്റെ തല ഉച്ചി വിയർക്കുന്നത് കൊണ്ടാണ് ആ ചെവിക്ക് ഇവിടെ വേദന വരുന്നതെന്ന് ഡോക്ടർ കണ്ടുപിടിച്ചു. അന്ന് പ്രാർത്ഥിച്ചതോടുകൂടി ഇനി ഒരിക്കലും ആ രോഗത്തിന് വേണ്ടി എൻ്റെ കുഞ്ഞിനെ ആഴ്ച 2 പ്രാവശ്യം കൊണ്ടുപോകുമായിരുന്നു. പോകുമ്പോഴെല്ലാം അമൃത ഹോസ്പിറ്റലിലത്തെ ചാർജ് നമുക്കറിയാം, 2000-3000 രൂപ. അത് അങ്ങനെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയം. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു, ആ രോഗം കണ്ടുപിടിച്ചു. അതോടുകൂടി ആ മരുന്ന് കഴിച്ച് പ്രാർത്ഥിച്ചതോടുകൂടെ എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം മാറിക്കിട്ടി. പിന്നെ രണ്ടാമത്തെ അവന് കിട്ടിയ രോഗസൗഖ്യം എന്ന് വെച്ചാൽ അവന് ചെറുതായിട്ട് യൂറിൻ ഒഴിക്കുന്ന പ്രോബ്ലം ഉണ്ട്. ആ യൂറിൻ ഒഴിക്കുന്നിടത്ത് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ പ്രോബ്ലം പിന്നെ മാതാവിൻ്റെ തൈലം പുരട്ടിയിട്ട് അതും പൂർണ്ണമായിട്ടും മാറി. 4ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് നാട്ടിലൊരു വീട് വേണം എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു സ്വപ്നമായിരുന്നു. ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ ചെറിയൊരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. എന്നാലും ഞങ്ങൾക്ക് നാട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ എന്ന് പറയാൻ, ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട്, അത് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. ഞങ്ങൾ ലോൺ എടുത്ത് മേടിക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ലോണിന് വേണ്ടി കുറേ ട്രൈ ചെയ്തു. ലോണിന് വേണ്ടി കുറേ ബാങ്കുകൾ കയറി ഇറങ്ങി, കുറേ പേരോട് ചോദിച്ചു. ഞങ്ങൾ 2 പേരും, ഞാനും എൻ്റെ ഹസ്ബൻഡും ബാംഗ്ലൂരിൽ ഓരോ പ്രൈവറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവരാണ്. എനിക്ക് ചെറിയ ശമ്പളമേ ഉള്ളൂ, എൻ്റെ ഹസ്ബൻഡിനും ചെറിയ ശമ്പളമേ ഉള്ളൂ. ലോൺ കിട്ടുക എന്നുള്ളത് വലിയൊരു സാഹസികമായ കടമ്പയായിരുന്നു. എൻ്റെ ഒറ്റ ശമ്പളത്തിൽ ലോൺ കിട്ടില്ല. ഹസ്ബൻഡിൻ്റെ പേരിലെടുക്കാമെന്ന് വെച്ചാൽ പുള്ളിക്കാരന് ഏജ് ഓവറായി, കമ്പനിയിൽ നിന്ന് സാലറി സ്ലിപ്പ് കിട്ടില്ല. അങ്ങനെ പല കടമ്പ. അവിടെ ഞങ്ങളുടെ മെറിറ്റ് തീർന്നു. ഞങ്ങൾക്കൊരു വഴിയില്ല ഒരു വീട് മേടിക്കാൻ. പിന്നെ ഉള്ളത് ഞങ്ങളുടെ കയ്യിലുള്ള ചെറിയൊരു സമ്പാദ്യം, കുറച്ച് സ്വർണ്ണമായിരുന്നു. അതിനെ വെച്ച് ഞങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഒരു വീട് മാതാവ് തരണം. അത് ഞാൻ ലാസ്റ്റ് മാതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഞങ്ങൾക്കല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ഞങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് ഒരു വീട് ഞങ്ങൾക്ക് മാതാവ് കാണിച്ചു തന്നേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് ഉറപ്പിച്ച് പറഞ്ഞു. മാതാവ് ലാസ്റ്റ് ഈ ഉടമ്പടി പുതുക്കിപ്പോയി. എനിക്ക് ജൂലൈ 7-ാം മാസം 15-ാം തീയതി ഞങ്ങൾ എഗ്രിമെൻ്റ് ചെയ്തു. എനിക്കെൻ്റെ മാതാവ് ഒരു വീട് കാണിച്ചു തന്നു. 7 എന്നുള്ള സംഖ്യ എൻ്റെ ജീവിതത്തിലും കൃപാസനത്തിൽ ഗോൾഡൻ 7 അന്വർത്ഥമായി. ജൂലൈ 7-ന് ഞങ്ങൾ എഗ്രിമെൻ്റ് ചെയ്തു. നാളെ 17/8/26 നാളെ എൻ്റെ വീടിൻ്റെ രജിസ്ട്രേഷനാണ്. ഈശോയ്ക്കും മാതാവിന് 1 കോടി നന്ദി. ഞാനിതുവരെ എൻ്റെ വീട് കണ്ടിട്ടില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞ് മാതാവിനെയും കൊണ്ടുപോകാനാണ് ഞാൻ നേരെ ബാംഗ്ലൂരിൽ നിന്ന് വന്നേക്കുന്നത്. നാളെ മാതാവിനെയും കൊണ്ടുപോയി എൻ്റെ വീട്ടിൽ ഞാൻ കയറിയിട്ടേ ഞാൻ എൻ്റെ വീട് കാണത്തുള്ളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാൻ. പിന്നെ വീട് മേടിക്കാനുള്ള ക്യാഷ് അറേഞ്ച് ചെയ്തതിനകത്തും 7 നല്ലൊരു അനുഭവമാണ് എനിക്ക് തന്നത്. ഞങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് വിട്ട് ഞങ്ങൾക്ക് ബാലൻസ് പൈസ, ഞങ്ങളുടെ കയ്യിലുള്ള കുറച്ച് സ്വർണം വെച്ച് വേണമായിരുന്നു. അത് വിറ്റാൽ ഞങ്ങൾക്ക് 7 ലക്ഷം രൂപ വേണം. ആ 7 ലക്ഷം രൂപ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് തികയത്തുള്ളൂ സംഖ്യ. അപ്പോൾ
ഇടയ്ക്ക് വെച്ച് സ്വർണത്തിന് വില കുറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള സ്വർണം കൊടുത്താൽ 7 ലക്ഷം രൂപ കിട്ടത്തില്ല. മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ വേറെ ഒരു വഴി ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് കടം മേടിക്കാൻ ആരുമില്ല, ഞങ്ങൾക്ക് കടം തരാനും ആരുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കടം മേടിച്ചാൽ തീർക്കാനുള്ള ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് കുറവ്, കമ്പനി ശമ്പളം കുറവ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ലോൺ എടുക്കാൻ പേടിയാണ്, എന്നാലും കടം മേടിക്കാനും പേടിയാണ്. ലാസ്റ്റ് മാതാവ് എനിക്ക് തിരിക്കാത്ത 7 എന്നുള്ള സംഖ്യ കാണിച്ചു തന്നു ഞാൻ പ്രാർത്ഥിച്ചപ്പം. പക്ഷേ എനിക്കത് മനസ്സിലായില്ല. പിറ്റേ ദിവസം ഞാൻ സാക്ഷ്യം, എനിക്ക് രാവിലെ ഞാൻ 6 മണി മുതൽ സാക്ഷ്യം കേൾക്കും. ആ സാക്ഷ്യത്തിലൂടെ ഒരു സഹോദരൻ പറഞ്ഞ സാക്ഷ്യത്തിലൂടെയാണ് എനിക്ക് മനസ്സിലായത്, ദൈവമേ മാതാവ് എനിക്കും 7 എന്നുള്ള സംഖ്യ തിരിയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. എൻ്റെ ഉടമ്പടി തിരിക്കകത്ത് 7 എന്നുള്ള സംഖ്യ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ സ്വർണം കൊടുത്തു, ഞങ്ങൾക്ക് 7 ലക്ഷത്തിൽ കൂടുതൽ രൂപ തന്നെ മാതാവ് മേടിച്ചു തന്നു. അതിനുശേഷമാണ് ആ തിരി നിവർന്നിരുന്ന് കത്തിയത്. അങ്ങനെ 7 എന്നുള്ള സംഖ്യ എൻ്റെ ജീവിതത്തിലും അന്വർത്ഥമായി. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി, കോടി കോടി നന്ദി. നല്ലൊരു വീടാണ് മാതാവ് തന്നേക്കുന്നത്, 3 ബെഡ്റൂമുള്ള നല്ലൊരു വീടാണ് മാതാവ് തന്നേക്കുന്നത്. നാളെയാണ് ഞാനത് വീട് കാണാൻ പോകുന്നത്. പിന്നെ എൻ്റെ അമ്മയ്ക്കൊരു അനുഭവം ഉണ്ടായതെന്ന് വെച്ചാൽ, വീടിൻ്റെ പേര് ഞാൻ ഇട്ടേക്കുന്നത് കൃപാലയം എന്നാണ്. അത് അന്ന് തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി വെക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ്, മാതാവ് എനിക്ക് തരുന്ന വീടിന് ഞാൻ കൃപാലയം എന്നേ പേരിടത്തുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് പേരിട്ടേക്കുന്നത്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ ചെറിയൊരു അനുഭവം എന്ന് വെച്ചാൽ, എൻ്റെ അമ്മയ്ക്ക് വയ്യാന്ന് ഞാൻ ഫോൺ പറയുമ്പം ഞാനവിടെ ഓൺലൈനിലൂടെ ഇത് കുർബാന കൂടുകയും എല്ലാം ചെയ്യും. അപ്പം അതിനകത്ത് കുർബാനയ്ക്ക് നേരെ ഞാൻ അമ്മയുടെ ഫോട്ടോ കാണിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അന്നത്തെ ആ കുർബാനയിൽ കാണിച്ച രാത്രിയിൽ എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു അനുഭവം ഉണ്ടായി. എൻ്റെ അമ്മ പറയട്ടെ അത്. എൻ്റെ പേര് മാധവി എന്നാണ്. എനിക്ക് തീരെ അവശതയായി 1 മാസം കിടപ്പായിരുന്നു. എനിക്ക് തീരെ വയ്യായിരുന്നു. ഒരു ദിവസം രാത്രി 3 മണിയായപ്പോൾ എന്നെ ഒരാൾ വന്ന് തൊട്ടുടനെ ഞാൻ കൈ തട്ടി ഉടനെ ഇങ്ങോട്ട് പിന്നാക്കം നീങ്ങി. അവിടെ നിന്ന് ഇങ്ങോട്ട് എനിക്ക് നല്ലൊരു സമാധാനം കിട്ടി. നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോകണമെന്ന്. അപ്പോൾ മക്കളും ഭർത്താവും പറഞ്ഞു പോകാൻ സഹിക്കില്ല, അപ്പം മഴയും വെള്ളമൊക്കെയാണ്, ഇപ്പോൾ പറ്റത്തില്ല, ഒക്കെ മാറട്ടെ എന്ന്. അല്ല എനിക്കിപ്പോൾ പോയേ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് വന്ന് സുഖമായി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്. ഭയങ്കര തിരക്കായിരുന്നു, എനിക്കൊരു തിരക്കും ഉണ്ടായില്ല. നല്ലോണം പ്രാർത്ഥിച്ച് എനിക്ക് അസുഖമൊക്കെ മാറി. ഇപ്പം എനിക്ക് സുഖമായി ഇരിക്കുന്നു, ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. ഈശോയ്ക്കും മാതാവിനും നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രമെല്ലാം ഇവിടുന്ന് പോകുമ്പോൾ മലയാളം പത്രം ഞാൻ വാങ്ങാറില്ല. കന്നഡ, ഹിന്ദി, തമിഴ്, പിന്നെ തെലുങ്ക് പത്രവും കൊണ്ടുപോകും. എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കും. അവിടെ സിറ്റികളിലൊക്കെ ഞാൻ പോകുന്നിടത്തെല്ലാം പത്രം തീരുന്നവരെ എൻ്റെ കയ്യിൽ തന്നെ വെച്ചേക്കും. ഞാൻ പരമാവധി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞാൻ കൊടുത്തു തീർക്കാൻ നോക്കും. പിന്നെ താമസിക്കുവാണെങ്കിൽ സൺഡേ ലീവ് ഉള്ളപ്പോഴൊക്കെ ഞാൻ കൊടുത്തു തീർക്കാറുണ്ട്. പിന്നെ ആത്മീയമായിട്ടൊക്കെ ഞാൻ എന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. ജപമാല ചൊല്ലും. രാവിലത്തെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് മുടക്കാറില്ല. ദിവസവും ജപമാല ചൊല്ലും, ബൈബിൾ വായിക്കും. കമ്പനിയിൽ എനിക്ക് എൻ്റെ ജോലിയുടെ ഇടവേളകളെല്ലാം ഞാൻ ബൈബിൾ എടുത്ത് വായിക്കും. പിന്നെ വീട്ടിലും രാത്രിയിലും ബൈബിൾ വായിച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ആതുരാലയങ്ങളിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പോവും. പറ്റുമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് മിക്കവാറും പോകാറ്. പിന്നെ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന സമയത്തെല്ലാം ഞാൻ കൊടുക്കും. പിന്നെ ഹോസ്പിറ്റലിൽ ബാംഗ്ലൂരിലുള്ള ഒരു ക്യാൻസർ സെൻ്ററുണ്ട്, അവിടെ പോയി കുഞ്ഞുങ്ങളെ കണ്ടാൽ തന്നെ നമ്മുടെ ജീവൻ പോവും. അതുപോലുള്ള കുഞ്ഞുങ്ങളുടെ അടുത്ത് പോവുകയും അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, നമ്മുടെ ഭക്ഷണം അവർ കഴിക്കില്ല, അവരുടെ ഭക്ഷണം തന്നെ അവർ കഴിക്കത്തുള്ളൂ. പരമാവധി വീട്ടിൽ നിന്ന് അവരുടെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോഴാണെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ട് അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് അവർക്ക് വേണ്ടുന്ന ഭക്ഷണം അവിടെ ചെന്നിട്ട് അവർക്ക് മേടിച്ചു കൊടുക്കും. ഈശോയ്ക്ക് മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ദേവദാസ് എന്നാണ്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നവരാണ്. ഞാൻ ഒരുപാട് രോഗമുള്ള ഒരാളായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പം ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഞങ്ങളൊരു ഹിന്ദുക്കളാണ് എന്നിട്ട് പോലും ഞങ്ങൾക്കിപ്പോൾ ഇവിടെയാണ് ഞങ്ങളുടെ വിശ്വാസമുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ അസുഖങ്ങൾ മാറ്റി തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി സ്തുതി. ഉയരത്തിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. സങ്കീർത്തനം 18:16 വചനമാണ്. ദൈവം തൻ്റെ ജനത്തെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കൈനീട്ടി നമ്മെ ഉയർത്തുന്ന ഒരു ദൈവത്തെയാണ് ഉടമ്പടിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ പലരും ആഴമുള്ള പെരുവെള്ളത്തിൽ
പെരുവെള്ളത്തിൽ കൂടെ യാത്ര ചെയ്യുന്നവരാവാം. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ വരുമ്പോൾ ആ പ്രത്യാശയില്ലാത്ത സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർക്ക് ഒരു പ്രത്യാശ നൽകുന്ന ഒരു പുതിയ ജീവിതമാണ്, ഒരു ആത്മീയ ജീവിതത്തിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും ഈശോയും അമ്മയും കരം പിടിച്ച് നയിക്കുന്നത്. ഉടമ്പടി ഒരു ആത്മീയ വിശ്വാസ ബന്ധമാണ്. ഈ ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൈനീട്ടി ഈശോയും അമ്മയും വിളിക്കുമ്പോൾ നമുക്ക് ഉത്തരം വരുള്ളത് ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സങ്കീർത്തനം 28:2 പറയുന്നത് പോലെ, അങ്ങയുടെ ശ്രീകോവിലിലേക്ക് കൈനീട്ടി ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ എന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ആ ശ്രീകോവിൽ എന്ന് പറയുന്നത് പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ, ഈ സന്നിധിയിൽ വന്ന് കൃപാസനം മരിയൻ ഉടമ്പടി എടുത്ത് നിലവിളിച്ച് വേദനയോടെ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവത്തെയാണ് ഉടമ്പടി മക്കൾ കണ്ടുമുട്ടുന്നത്. ആത്മാർത്ഥമായ വിശ്വാസത്തോടെ ശ്രീകോവിലിൽ ഈ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരുടെ യാചനയുടെ സ്വരം, നിലവിളി കേൾക്കുന്ന ആ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ ദൈവാനുഭവ സാക്ഷ്യമാണ് ബിന്ദുവും അമ്മ മാധവിയും ഹസ്ബൻഡ് ദേവദാസും നമ്മളോട് ഷെയർ ചെയ്തത്. ഈ മക്കളുടെ ജീവിതത്തിൽ 10 വർഷത്തോളം ഉണ്ടായിരുന്ന സോറിയാസിസ് എന്ന രോഗമാണ്. പല ഹോസ്പിറ്റലിൽ കയറിയിറങ്ങി വർഷങ്ങളായി പല മരുന്നുകൾ കഴിച്ചു, ഹോമിയോ കഴിച്ചു, പല ഹോസ്പിറ്റലിൽ കയറിയിറങ്ങി അടുത്ത 11ാമത്തെ ഹോസ്പിറ്റലിലേക്ക് ഉള്ള ട്രീറ്റ്മെൻറ്റ് പോയപ്പോഴാണ് പരിശുദ്ധ അമ്മയെപ്പറ്റി കേൾക്കുകയും പിന്നീട് അമ്മയുടെ സന്നിധിയിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുകയുമാണ് ചെയ്തത്. ഉടമ്പടി എടുത്ത നാൾ മുതൽ ഉടമ്പടി തൈലം തേച്ച് വെഞ്ചരിച്ച് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കുടിക്കുകയും കുളിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നൽകിയ ഒരു വലിയ രോഗസൗഖ്യമാണ്. ഡോക്ടേഴ്സ് പറയുന്നത് മരുന്നില്ല, ഇനി ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചാണ് ഇവർ പ്രാർത്ഥിച്ചത്. സമയചുരുക്കത്തിൻ്റെ അമ്മയാണ് കൃപാസനം മാതാവ്. കാനായിലെ വിവാഹ വിരുന്നിലും സമയമായിട്ടില്ല എന്ന് പറഞ്ഞ കാര്യമാണ് അമ്മ അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് പറഞ്ഞ് സാധ്യമാക്കി കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലും പല കാര്യങ്ങളും വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നുണ്ടാവാം, പക്ഷെങ്കിൽ പ്രയോജനമില്ലായിരുന്നു, പ്രയാസങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ നടുവിലായിരുന്നു, മരുന്നുകൾ കഴിച്ചു പലതും. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ വന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിക്കുകയാണ്. ഇത് ഈശോയുടെയും അമ്മയുടെയും വലിയ കൃപയാണ്. നോട്ട് ബൈ മെറിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും നാൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, 10 വർഷത്തോളം. പക്ഷെങ്കിൽ ഇവിടെ ദൈവത്തിൻ്റെ കൃപയാലാണ് ഈ പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിച്ചത്. പിന്നീട് അമ്മയുടെ കാര്യമാണ് പറഞ്ഞത്, ബിന്ദുവിൻ്റെ അമ്മ മാധവിയുടെ കാര്യം. അതായത് ഈ സഹോദരി ഹൈ ഷുഗറും ഹൈ യൂറിനറി ഇൻഫെക്ഷനുമായിട്ട് കിടപ്പായിരുന്നു. അവിടെയും ഉടമ്പടി ആരാധനയിൽ ചൊവ്വാഴ്ച ധ്യാനത്തിൽ പ്രാർത്ഥിക്കുകയും മെയ് 19 ആ പ്രാർത്ഥനയിലാണ് അമ്മ കൂടുതൽ പ്രാർത്ഥിക്കുകയും പിന്നീട് നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പൊക്കെ തേച്ച് ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ആരാധനയിൽ പ്രാർത്ഥിച്ച ആ ദിവസം തന്നെയാണ് ഈശോയുടെ ഒരു വലിയ അനുഭവം ഈ അമ്മയ്ക്കുണ്ടായത്. ഈശോ തന്നെ നേരിട്ട് വന്ന് തൊട്ട് സുഖപ്പെടുത്തുകയാണ്. അന്നത്തെ ദിവസം ഈ മകൾക്ക് ഒരു സ്വപ്നം പോലെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു. അന്ന് ഈ അമ്മ തന്നെ രാത്രി വെളുപ്പിന് 5:30 ഈ സ്വപ്നം കാണുന്നതും പെട്ടെന്ന് സമയം നോക്കാനായിട്ട് മൊബൈലെടുത്തപ്പോൾ അവിടെ അമ്മയുടെ കൃപാസനത്തിൻ്റെ സാക്ഷ്യമാണ് വന്നത്. കൃപാസനത്തെ അച്ഛൻ്റെ ടോക്കാണ് കിട്ടിയത്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഈ അമ്മ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിച്ചതെന്നാണ് അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് ഒരു ഭവനമാണ്, അതൊരു വലിയ സ്വപ്നമായിരുന്നു. അവിടെയും ഈശോയും അമ്മയും കനി നൽകിയ അനുഗ്രഹത്തോടെ മെറിറ്റില്ല, പക്ഷെങ്കിൽ അവിടെയും കൃപയാലാണ് ഒരു സാമ്പത്തിക പ്രശ്നങ്ങളുടെ നടുവിലും ഒരു നല്ലൊരു ഭവനം വാങ്ങിക്കാൻ സാധിച്ചത്. അത് ഈശോയുടെ അമ്മയുടെ ഒരു വലിയ ഇടപെടലിലൂടെയാണ്.
ആ ആലയത്തിനും അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. 7 എന്ന നമ്പറിൽ കൂടെ പല പ്രാവശ്യം കാണിക്കുകയും മെഴുകുതിരിയിൽ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കുകയും ഇത് അമ്മ തന്നെ തന്ന ഒരു ഭവനമാണെന്ന് ഈ മക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തത്. ഇതും ഇവിടെയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. ആ വീടിന് കൃപാലയം എന്ന പേര് ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ അനുഗ്രഹം കൊണ്ട് കിട്ടിയതുകൊണ്ടാണ് കൃപാലയം എന്ന ആ പേര് ആ ഭവനത്തിന് നൽകിയിരിക്കുന്നത്. നാളെ ആ വീട്ടിൽ കാണുവാൻ പോകുമ്പോൾ പരിശുദ്ധ അമ്മയുമായിട്ട് അമ്മയ്ക്ക് സാക്ഷ്യം പറഞ്ഞ് നന്ദി പറഞ്ഞിട്ട് അമ്മയുമായിട്ട് വേണം പോകാൻ എന്നാണ് ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അക്രൈസ്തവ മക്കളാണ്. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല, നമ്മുടെ കഴിവുകൊണ്ടല്ല ഈ ഭവനം ലഭിച്ചത്, ദൈവത്തിൻ്റെ കൃപയാലാണ്. അതുകൊണ്ടാണ് കൃപാലയത്തിലേക്ക് നാളെ പോകുമ്പോൾ പരിശുദ്ധ അമ്മയുമായിട്ട് വേണം, അമ്മയ്ക്ക് നന്ദി പറഞ്ഞിട്ട് അമ്മയുമായിട്ട് വേണം ആ വീട് പോയി കാണുവാൻ എന്നാണ് ഈ മോൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ദൈവത്തിൻ്റെ കൃപയാൽ ലഭിച്ച കുടുംബം ഒരു ഭവനമാണ്. കൊച്ചുമോൻ്റെ കാര്യം അതുപോലെ തന്നെ ദേവാംശനുണ്ടായിരുന്ന പല അസുഖങ്ങളും, യൂറിനറി പ്രോബ്ലം ഇഷ്യൂസും പിന്നെ രോഗാവസ്ഥയെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണ് മകന് ഈ പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടിയത്. ഈ മകളുടെ ജീവിതത്തിൽ സാക്ഷ്യത്തിലൂടെയും മെഴുകുതിരിയിലൂടെയും അമ്മയുടെ സാന്നിധ്യം പല പ്രാവശ്യവും അമ്മ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഈ മക്കളുടെ ജീവിതം ഉടമ്പടിയിൽ ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതമാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ കാരുണ്യ പ്രവർത്തനവും പ്രേക്ഷിത പ്രവർത്തനവും എല്ലാം ഈശോയുടെ നാമത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് നയിക്കുകയാണ് കുടുംബം. ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ അങ്ങനെ ശ്രീകോവിലേക്ക് കൈനീട്ടി ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം വരുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ആത്മാർത്ഥമായ വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ബിന്ദുവിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.